ജോക്കർ വന്നില്ലല്ല. ഞാൻ ഇനി കുറച്ച് തേറി പറയാൻ പോവാണ്. പറഞ്ഞോളൂ. ഡോഗിന്റെ മോനെ ആരിഫ് ഹുസൈനെ, ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്. ദേവദാസി എന്റെ നാട്ടിലത് വലിയ ഡിക്ഷണറിയിലുള്ള വാക്കല്ലേ? എനിക്കറിയത്തില്ല. നമ്മുടെ സുനിത ദേവദാസിന് അത് ഇഷ്ടപ്പെട്ടില്ല, അത് തെറിയാണെന്നാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നൊരവസ്ഥ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ പറയുന്ന ജൂതവിരുദ്ധത അത് പൊക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു ജന്തു. ഈ ജന്തു ചാവുമ്പോൾ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് പോരാളിന്ന് വിളിക്കുമ്പോൾ എന്താ ഞാൻ പറയുമോളൂ, ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പണിക്ക് നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പാണ്. ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി. അലി ഖാംനെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് നടും ബോൾട്ടും മുറുകിയ ഒരു മനുഷ്യനാണ്. പോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഞാൻ ചെയ്ത കുറ്റം എന്താണ് ഇന്നലെ? എന്താ? അയത്തുള്ള അലി ഖാനെ സാക്ഷിയെന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയെന്നും ഞാൻ വിശേഷിപ്പിച്ചു. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ആ നാട്ടുകാർക്ക് വേണ്ടാത്തൊരു തെണ്ടിയാണ് അവിടെ തട്ടിയത് എന്ന് പറയാൻ ഈ സുനിതയ്ക്ക് പറ്റുന്നില്ല. ഇനി അടുത്തത്, നിങ്ങളിപ്പോ ഇറാനിലെ സ്ത്രീകൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഗൂഗിളിൽ നിന്ന് ചില ഫോട്ടോ എടുത്തുകൊണ്ട് വരില്ല, അവരുടെ മോഡേൺ സ്ത്രീകൾ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലമാണ്, ഇറാന്റെ സുവർണ കാലം എന്ന് വേണമെങ്കിൽ പറയാം. മഹ്സ അമീനി കൊല്ലപ്പെട്ടത് അതെന്തിനാണെന്ന് അറിയോ? സനിയുടെ കഥ പറഞ്ഞാൽ വലിയ തമാശയാണ്. കാരണം തട്ടമിട്ടിട്ടില്ല എന്നല്ല, തട്ടം മര്യാദക്കിട്ടില്ല, ഹിജാബ് മര്യാദക്കിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ തല്ലിക്കൊന്നു. ഞാൻ ഈ നായിന്റെ മോന്റെ വഴിയിലൊന്നും പോകാറേ ഇല്ല. എന്നിട്ട് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. കഴിഞ്ഞ എത്രയോ കാലമായി ഈ ഡോക്ടർ എന്റെ പിന്നാലെ എന്നെ പച്ച തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കാണുന്നുണ്ടാവും. ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലേ. ഒരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ 86-കാരനായ പരമാധികാരിയായ ഭരണാധികാരിയെ കൊല വിളിക്കുന്ന രാഷ്ട്രീയം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പറയും. ഏത് ഡോഗിന്റെ മോൻ വന്ന് അശ്ലീലം പറഞ്ഞാലും ഞാനിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. 5 പൈസയുടെ യുക്തിയില്ലാത്ത ഈ നാറുകൾക്ക് മനസ്സിലാവാത്ത ഒന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധത. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഡോഗിന്റെ മോനെ, നല്ല രസമാണ്. ഇത് മതപരമല്ല, മതം നിന്റെ തലയ്ക്കുള്ളിലാണ് പുഴുക്കുന്നത്. ഇത് മതപരമല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. എന്താ കാര്യം? ഇറാനിൻ്റെ പതാക നിങ്ങൾ എടുക്കുക. ആ പതാകയിൽ സെൻറ്ററിൽ കാണുന്ന സാധനം എന്തുട്ടത്? വാളും പരിചയമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ആ സാധനം നിങ്ങൾ എടുത്ത് നോക്കുക. ഗവൺമെൻറ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ആ ഇസ്ലാമിക്? ആ രാജ്യത്തിൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന സാധനമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്. അതിൽ അവർ നടപ്പിലാക്കുന്നത് മത നിയമങ്ങൾ, ആ മതം ഇസ്ലാമാണ്. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. എന്തൊക്കെ ബഹളമായിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അടിയറവ് പറയാതെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ചരിത്രമാണ്. തല കുനിക്കാതെ മടക്കം. അങ്ങനെ പവനായി ശവമായി. തല കുനിക്കാതെ മടക്കം, എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തേനും പാലും ഒഴുകുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഒരു റൊമാൻറ്റിസൈസേഷൻ നടക്കുന്നു. ആരോടുള്ള? ഒരു ഭീകരവാദിയോട്, ഒരു ജിഹാദി തെണ്ടിയോട്. എന്തരാണല്ലേ? 6 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അതും അറിയില്ല. വെറുതെ ഇരുന്ന് ഇറാനിനെ പോയി അറ്റാക്ക് ചെയ്തു എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വരുന്നത്. വെറുതെ ഇരുന്ന് ഇറാനിനെ അല്ല പോയി അറ്റാക്ക് ചെയ്തത്. ആണവ ആയുധവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വിഷയം അതൊരു പ്രധാന വിഷയമാണെങ്കിലും ഈ അറ്റാക്ക് തുടങ്ങി വെച്ചത് ആരാണ്? അത് ഒക്ടോബർ 7 തുടങ്ങി വെച്ചത്, പ്രോക്സി വാർ തുടങ്ങി വെച്ചത് ഇറാൻ തന്നെയാണ്. ഹു ടീമിനെ, അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. ഈ 3 പേരെയും ഇറക്കി വിട്ടുകൊണ്ട് ഇവർക്ക് 3 പേർക്കും വെള്ളവും വളവും കൊടുത്തുകൊണ്ട് അവരെ ഇളക്കി വിട്ടത് ഇതേ ഇറാൻ തന്നെയാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഏത്? മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന വിവേചനം സമാനതകളില്ലാത്തതാണ്. പല നാടുകളുടെ പേരിൽ അറിയപ്പെടുന്ന എത്രയെത്ര കലാപങ്ങൾ. പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം മരപ്പട്ടിന്ന് വിളിച്ചോടത്ത് നിന്ന് ഒരു ഡോഗിന്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നിടത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് നിങ്ങൾ ഗ്രേഡ് ചെയ്ത് എനിക്ക് എത്തിച്ചേരാം. എന്തായാലും നിങ്ങൾ എന്തുകൊണ്ട് ദേവദാസിയാകുന്നു എന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി,
അതേപോലെ നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ എന്തുകൊണ്ട് മരപ്പട്ടിയാകുന്നു, നമ്മൾ എന്തുകൊണ്ട് ഒരു ഡോഗിൻ്റെ മോനാകുന്നു എന്നുള്ളത് ഒരു തെളിവ് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഞാനിവിടെ 100 തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം തന്നെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇറാനിയൻ വനിതകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയില്ല, ഈ ഖമനി എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ അറിയാത്തതെന്നുള്ള എല്ലാം നമ്മളിവിടെ പറഞ്ഞു തന്നു. ഒരു തെളിവ് പോലും നിങ്ങൾക്ക് തിരിച്ചും കൊണ്ട് വെക്കാനില്ല. നീ എന്റെ കൈ കൊണ്ടേ ജാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ വിളിച്ചത് ഇനി തെറിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ ഞാൻ വിളിച്ചത് തെറിയായിട്ടില്ല. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്ക് ഒരു പേരിട്ടു. ആ പേര് നിങ്ങളുടെ പേരിന്റെ കൂടെ ഉണ്ടായത് അത് എന്റെ പ്രശ്നമല്ല. ഇനി അടുത്തത് ഈ വീഡിയോയിൽ എന്താണെന്നുള്ളത് അതിന്റെ ഒരു ആകത്തുക ഇത്രയാണ്. ഒന്ന്, തെറി എന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ, ഞാൻ ദേവദാസി എന്ന് വിളിച്ചതിനെ എന്നെ ഇങ്ങോട്ട് ഡോഗിന്റെ മോനെ എന്ന് വിളിക്കുന്നു. അതിന് മുന്നേ വിളിച്ചത് ഇവിടെ ഉണ്ട്, അത് വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ തെറി വിളിക്കാൻ ആള് ബെസ്റ്റാണ്. അപ്പൊ നമ്മളൊരു തെറി വിളിച്ചപ്പോൾ അതാകെ പ്രശ്നമായി. അത് എന്താണ്, സ്ത്രീത്വത്തെ അപമാനിക്കലേ. അപ്പൊ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുത്താൽ ഞാൻ എന്റെ ബാപ്പാനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി ഇത് എന്നെയല്ലോ വിളിച്ചു, ബാപ്പാനല്ലേ തെറി വിളിച്ചിരിക്കണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാനും മൊണ്ണ, നീ ഒരു മൊണ്ണ. സംഘി എന്ന് പറയാൻ നാണിച്ച് എക്സ് മുസ്ലിം എന്നും എസൻസുകാർ എന്നും പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്ത് കാര്യം, അവർക്കത് മനസ്സിലാവോ? അങ്ങനെ ഞാൻ പണ്ടേ സംഖ്യയാണ്, ഇത് കണ്ടില്ലേ, നെഞ്ചി തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ നല്ല അസൽ സംഖ്യ, സംഖ്യയുടെ ബാപ്പയാണെന്ന് ഞാൻ പറയും. അതൊക്കെ അവിടെ ഇത് വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന സാധനം ഇല്ലാതെ ആവുന്നില്ല എന്റെ പൊന്നു സുനിത. സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇട്ട പോസ്റ്റ് പിന്നെ അതിനുശേഷം നമ്മൾ ഇന്നലെ വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തു. അത് കണ്ടപ്പോൾ ആൾ ഉടനെ പോകുന്നു, ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്, എന്നാൽ 6 ക്വസ്റ്റ്യൻ എടുക്കുന്നു, എന്നിട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇതിപ്പോൾ ആകെ പ്രശ്നമല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇവനെ പൂട്ടാനുള്ള സാധനം നോക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, ആരൊക്കെ എന്താ പാടാ എന്തെങ്കിലും ചെയ്യടാന്ന് പറയുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതെ, ഓപ്പറേഷൻ മൊസാദിക്. ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റേ സിനിമയിൽ കാണുന്ന മാതിരിയുള്ള ഒരു അവസ്ഥ. ഇതാണ് സംഭവിച്ചത്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഇനി അടുത്തത്, നിങ്ങൾ കുറെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിരുന്നു, ലിബിയയിൽ ഗദ്ദാഫിയിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു, വെനിസ്വേലയിൽ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു. ആ സ്വാതന്ത്ര്യം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ അദ്ദേഹം വാങ്ങിക്കൊടുക്കുന്നത്. ഇതില് സുനിതയ്ക്ക് പറ്റിയ അടുത്ത മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനും ലിബിയയും നമ്മൾ എടുക്കുന്നു. അതൊരു പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മുടെ മുന്നിലുള്ള കാഴ്ചയാണ്, അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്, എപ്പോഴും പറയുന്നതാണ്. അംഗീകരിച്ച് അവിടെ മാറ്റി വെക്കുന്നു. ഇവിടെ വെനിസ്വേല ഇവിടെ എടുത്തപ്പോൾ പാളി. എന്താണ് വെനിസ്വേലയിൽ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ടു ഏർലി ടു കമന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നത്. രണ്ട്, നിലവിൽ US അവിടെ ചെയ്യുന്ന എന്താണ്, ബാക്കിയുള്ള അവിടുത്തെ ഭരണകക്ഷിയെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള വഴികൾ അവിടെ കൊടുക്കുന്നു. അവർക്ക് ഉണ്ടായിരുന്ന സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് എണ്ണ കച്ചവടം കൂടുതൽ സുഗമമായിട്ട് നടത്താനുള്ള വഴികൾ ഇട്ട് കൊടുക്കുന്നു. അവിടെ എക്സൈലായിരുന്ന നോബൽ പ്രൈസ് നേടിയ ആ വനിത അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് തിരിച്ചിപ്പോൾ വെനിസ്വേലയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നാട്ടുകാർ കുറേയും കൂടി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഓഗസ്റ്റിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇതെല്ലാം അവിടെ നടക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവിടുത്തെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിന്റെ നേതാവായിരുന്നു ഈ പറയുന്ന മദൂറോ എന്നുള്ളത് തന്നെയാണ് ആളെ അറസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാരണം. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനം ഒരു ചുമ്മാ ഗൂഗിൾ സെർച്ച് കൊടുത്താൽ കിട്ടുന്ന സാധനം ഇതുപോലും നോക്കാതെ സാമ്രാജ്യത്വ വിരുദ്ധത പ്രകടിപ്പിക്കാനും അത് സ്ഥാപിക്കാനും നടത്തിയ ആ ഒരു വ്യഗ്രതയിൽ സംഭവിച്ചു പോയത് എന്താണ്, ഈ സാധനം എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം പറ്റിയത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി ഫെയിൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ അഫ്ഗാനിസ്ഥാൻ എടുക്കുന്നു, ഇപ്പം ലിബിയ പറയുന്നു, പിന്നെ പല സ്ഥലങ്ങൾ നമുക്ക് പറയാം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഇവിടെ അഫ്ഗാനിസ്ഥാൻ തോറ്റു, എന്തുകൊണ്ട് ഇറാഖ് തോറ്റു? പ്രധാന കാരണം അവിടെയുള്ള ജനങ്ങൾ അവർ വിഘടിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവർ ഗോത്രങ്ങളായിട്ട് തലതിരിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ആളുകളാണ്. ഷിയാസുന്നി തർക്കമാണ്. ഇതിന്റെ ഇടയിൽ ഡെമോക്രസി പിടിച്ചോ, നിങ്ങൾ നന്നായിക്കോ, നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ ഫെയിൽ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു കോമൺ ട്രെയിൻ ഉണ്ട്. വിജയിച്ച സ്ഥലങ്ങളെക്കുറിച്ച് ഇവർ മിണ്ടുന്നില്ല, അത് വേറെ കാര്യം, അതിലേക്ക് നമുക്ക് വരാം. അമേരിക്ക ഇടപെട്ടിട്ട് വിജയിച്ച സ്ഥലങ്ങളുണ്ട്, അതെന്താണ് സുനിത പറയാത്തത്? അതും കൂടി പറയണ്ടേ. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ അണ്ണാ. അപ്പോൾ തോറ്റത് മാത്രം എടുത്തു വെച്ച് പറയും, തോൽക്കാനുള്ള കാരണങ്ങളെ കുറിച്ചും പറയില്ല. വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ, ന്യൂവാൻസസ് പിടികിട്ടാതെ ഈ മദ്രസ മണ്ടന്മാരെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുനിതയ്ക്ക് ചേർന്ന പണി തന്നെയാണെന്ന് ഞാൻ പറയാം. മുതലും പലിശ ചേർത്ത് കിട്ടി. This program is sponsored by Teyuni.